എടാ ഇന്ന് സ്കൂൾ ലീവ് അല്ലടാ, നമുക്ക് കളിക്കാൻ പോകണ്ടേ? അവിടെ എല്ലാരും എത്തിയിട്ടുണ്ട്. വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. Watch out, he's stacking. ഇവരെത്ര ഭാഗ്യം ചെയ്തവരാ. നമ്മുടെ കാലത്തൊക്കെ നമ്മൾ ഈ തുരുത്തി കളിച്ച് എങ്ങനെ ഓർമ്മയില്ല. യെസ്, അതെ അതെ. ആ കാലത്ത് നമുക്കൊരു ഗ്രൗണ്ട് ഇല്ലാതെ കൊണ്ട് എവിടെയൊക്കെയോ ക്രിക്കറ്റ് കളിച്ചത്. റോഡിൽ, പീടികത്തിട്ടയിൽ, ഇടറോഡുകളിൽ, പുഴക്കരയിൽ, വീട് മുറ്റത്ത്, തെങ്ങിൻ തോപ്പിൽ, അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ. എന്നാൽ ഇന്ന് നോക്കിയേ, നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ട്. അതെ, മതി വരുന്നവരെ ആസ്വദിച്ച് കളിക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് വല്ലാത്ത ഭാഗ്യം തന്നെ. അതെ. Yeah, that was amazing. അതെ, അതിന് നമ്മൾ നന്ദി ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയോടും ഇവിടുത്തെ മുനിസിപ്പൽ ഭരണസമിതിയോടുമാണ്. അതെ അതെ, ലീഗ് പാർട്ടിയല്ലേ നമുക്കിത് തളങ്കര കുടുംബത്തോട് വാങ്ങി തന്നത്. അവരുടെ സ്മരണയ്ക്കല്ലേ തളങ്കര മമ്മൂഞ്ഞി ഗ്രൗണ്ടിൽ എന്ന പേര് വന്നു. അതെ അതെ, അതിനുശേഷം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലേ ആദ്യഘട്ടമായി 10 ലക്ഷം രൂപ ഗ്രൗണ്ടിനായി വെച്ചത്. ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അതെ അതെ, മറക്കരുത്. നമ്മുടെ സ്ഥാനാർത്ഥി ഷാഹിന സലീമും പറഞ്ഞിട്ടുണ്ട്, അവർ ജയിച്ചാൽ ഇതൊരു മിനി സ്റ്റേഡിയം ആക്കാൻ ശ്രമിക്കുമെന്ന്. അവർ കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് ഷാഹിന സലീമിനാവട്ടെ. ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളും ഇപ്രാവശ്യം വോട്ട് UDF-ന് നൽകി ഷാഹിന സലീമിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥി ഷാഹിന സലീം. അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണിയടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു.